കേന്ദ്രമന്ത്രിസഭയും ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വവുമൊക്കെ അഴിച്ചു പണിയുന്നു എന്നാണ് വലിയ പ്രധാനപ്പെട്ട ന്യൂസായി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജോർജ് കുര്യൻ്റെ മന്ത്രിയുടെ കാലാവധി കഴിയുന്നു രാജ്യസഭ എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വീണ്ടും കിട്ടുമോ? ഇനി അദ്ദേഹത്തിനെ മതിയാക്കുമ്പോൾ അനൂപ് ആന്റണി ഇപ്പോൾ തോറ്റെങ്കിലും അദ്ദേഹം വളരെ രണ്ടാം സ്ഥാനം വന്നു, വലിയ വോട്ട് പിടിച്ചു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അനൂപ് ആന്റണിയെ രാജ്യസഭ എം പി ആക്കുമോ മന്ത്രിയാക്കുമോ? അടുത്തൊരു ചോദ്യമുണ്ട്. അനിൽ ആന്റണി എ കെ ആന്റണിയുടെ മകൾ അനിൽ ആന്റണി ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അനിൽ ആന്റണിയെ രാജ്യസഭ എം പി ആക്കുമോ? ഇതിനിടയിൽ കേൾക്കുന്ന മറ്റൊരു പേരാണ് സദാനന്ദ മാസ്റ്ററുടെ ഈ അവിടെ ബോംബ് സ്ഫോടനത്തിലും ഈ അക്രമത്തിലും ഒക്കെ പെട്ട് അംഗപരിമിതമായി കഴിഞ്ഞ സദാനന്ദ മാസ്റ്റർ എം പിയെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കും എന്നൊരു വിഷയവും കേൾക്കുന്നുണ്ട്. ഇതിനിടയിൽ കേൾക്കുന്ന മറ്റു ചില പേരുകളാണ് ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കെ സുരേന്ദ്രനും കേന്ദ്ര നേതൃത്വത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പത്മജ വേണുഗോപാലിനും കേന്ദ്ര നേതൃത്വത്തിൽ എന്തെങ്കിലും സ്ഥാനം ദേശീയ തലത്തിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ വളരെ വലിയ തോതിലാണ് കേരളത്തിലെ ബി.ജെ.പി ആളുകൾ, പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, സദാനന്ദൻ മാസ്റ്റർ, അനൂപ് ആന്റണി, അനിൽ ആന്റണി, അങ്ങനെ തുടങ്ങിയ ഒരു 7-8 പേർ കേരളത്തിൽ കൃത്യമായി ഉൾപ്പെടിച്ചിരിക്കുന്നു. അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനം, ഒന്നുകിൽ പാർട്ടിയിൽ പ്രധാനപ്പെട്ട ചുമതല, അല്ലെങ്കിൽ ഗവർണർ സ്ഥാനത്തേക്ക് ഇനി പോകുമോ, പത്മജ വേണുഗോപാലൊക്കെ ഗവർണർ സ്ഥാനത്തേക്ക് പോകുമോ, അത് അല്ലെങ്കിൽ പിന്നെ മന്ത്രിസ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്ന് ഇനി പുതിയ ആളുകൾ വരുമോ, അതോ ജോർജ് കുര്യന് തന്നെ ഒരു ടേം കൂടി കൊടുക്കുമോ, അൽഫോൺസ് കണ്ണന്താനത്തിനെ വീണ്ടും പരിഗണിക്കുമോ? ഇങ്ങനെ വലിയ ചോദ്യമാണ് ബി.ജെ.പിയിൽ സംഭവിക്കുന്നത്. എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും നിതിൻ ബബൻ വന്നതിന് ശേഷം ബി.ജെ.പി നേതൃത്വത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നു. ഇതുപോലെ മാറ്റമുണ്ടാകുമ്പോൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പേരാണ് അണ്ണാമല. തമിഴ്നാട്ടിൽ നിന്നുള്ള അണ്ണാമല, അദ്ദേഹത്തെ മന്ത്രിയാക്കുമെന്നും കേൾക്കുന്നു. അല്ല എങ്കിൽ കേന്ദ്ര നേതൃത്വത്തിലേക്ക്, ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നേരത്തെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കാനൊക്കെ ഒരു തീരുമാനം വന്നതാണ്. പക്ഷെ അത് നടന്നില്ല, അണ്ണാമലയെ ആക്കുമെന്ന് കേൾക്കുന്നു. അപ്പോൾ എന്തായാലും കേരളത്തിൽ 3 സീറ്റ് ബി.ജെ.പി പിടിച്ചത് കൊണ്ട് തന്നെ, കേരളത്തെ അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ പിടിച്ചത് കൊണ്ട് തന്നെ വളരെ കൃത്യമായി ബി.ജെ.പിയുടെ റഡാറിൽ കേരളവും വന്നു കഴിഞ്ഞു. അടുത്ത ബംഗാൾ പിടിച്ചു കഴിഞ്ഞു, അടുത്ത കേരളമാണ് അവരുടെ റഡാർ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. കേരളത്തിൽ ബി.ജെ.പിയുടെ നേതാക്കളെയൊക്കെ വളർത്തിക്കൊണ്ടുവരികയും കൂടുതൽ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും വേണം എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ട്. മാത്രമല്ല, ദേശീയ തലത്തിലേക്ക് പോയ 2 നേതാക്കൾ, വി മുരളീധരൻ സംസ്ഥാന തലത്തിലേക്ക് മാറി, രാജീവ് ചന്ദ്രശേഖറും സംസ്ഥാന തലത്തിലേക്ക് മാറി. ഇനി അവർ കേന്ദ്ര തലത്തിലേക്കുള്ള പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പുതിയ നേതാക്കളെ കേന്ദ്ര തലത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നൊരു ചിന്ത ബി.ജെ.പിയിൽ ശക്തമായി കിടക്കുന്നു. കുമ്മനം രാജശേഖരൻ ആൾറെഡി ദേശീയ തലത്തിലേക്കൊക്കെ വന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായവും മറ്റു പരിഗണനകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പുതിയ ആളുകളാണ് വരാൻ സാധ്യതയുള്ള. പുതിയ ആളുകളുടെ പേരാണ് ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, സദാനന്ദ മാസ്റ്റർ, അനിൽ ആന്റണി, അനൂപ് ആന്റണി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ ആയിരിക്കും വീണ്ടും കേന്ദ്രത്തിൽ വരാൻ പോകുന്നത്. എന്തായാലും വലിയ മാറ്റമാണ് ബി.ജെ.പി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കേരളവും അവരുടെ റഡാറിൽ പെടുകയും അവർ അടുത്ത് പിടിക്കേണ്ടത് കേരളമാണ് എന്നുള്ള ചിന്തയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായി കേന്ദ്രത്തിൽ പുതിയ മന്ത്രിമാരെ കൊടുക്കും. ഇനി ഒന്നിലധികം മന്ത്രിമാരുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എപ്പോഴും ഒരു മന്ത്രിയാണ് വന്നിട്ടുള്ളത്. NDA ഗവൺമെന്റിൽ നേരത്തെ PC തോമസ്, മൂവാറ്റുപുഴയിൽ നിന്ന് ജയിച്ച PC തോമസ് അന്ന് മന്ത്രിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കേരള കോൺഗ്രസിലാണ്. പിന്നെ അൽഫോൺസ് കണ്ണന്താനം സിംഗിൾ മന്ത്രിയായിരുന്നു. ജോർജ് കുര്യൻ സിംഗിൾ മന്ത്രിയാണ്. പിന്നെ ഇപ്പൊ 2 മന്ത്രിയുണ്ട്. യഥാർത്ഥത്തിൽ ജോർജ് കുര്യനുമുണ്ട്, സുരേഷ് ഗോപിയുണ്ട്. ഇപ്പൊ 2 മന്ത്രിയുണ്ട്. അതുകൊണ്ട് തന്നെ 2 മന്ത്രിയെ കിട്ടുമോ എന്നുള്ളതും, വീണ്ടും സുരേഷ് ഗോപിയോടൊപ്പം തന്നെ ഒരു മന്ത്രിയെ കൂടെ കിട്ടുമോ എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്തായാലും ബി.ജെ.പി നേതൃത്വത്തിൽ വലിയ മാറ്റം വരുന്നു. ആ മാറ്റത്തിനനുസരിച്ച് കേരളത്തിലെ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അനൂപ് ആന്റണി കേന്ദ്രത്തിന്റെ റഡാറിൽപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അനൂപ് ആന്റണിക്ക് വളരെ പ്രധാനപ്പെട്ട പദവി എന്തെങ്കിലും കിട്ടാനുള്ള, ഒരുപക്ഷെ ദേശീയ തലത്തിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ കേരളത്തിൽ തന്നെ നിർത്തിയിട്ട് MP ആക്കി കേരളത്തിൽ നിർത്തുന്ന ഒരു സാധ്യതയും കണ്ടേക്കാം. രാജ്യസഭ MP ആക്കി നിർത്താം. എന്തായാലും വലിയ ഒരു അഴിച്ചുപണി ബി.ജെ.പിയിൽ നടക്കുന്നുണ്ട്. ആ അഴിച്ചുപണിയിൽ കേന്ദ്ര മന്ത്രിസഭയും ഈ മാസം ജൂൺ മാസത്തിലേക്ക് അഴിച്ചുപണിയെന്ന് കേൾക്കുന്നു, മെയ് ജൂൺ മാസങ്ങളിൽ. അപ്പോൾ അതിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെയാണ് വരിക എന്നുള്ളത് നമ്മൾ അറിയേണ്ടുന്ന ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും കേരളത്തിന് അർഹമായ പ്രാതിനിധ്യം
പാർട്ടികളിലാകട്ടെ, അതിപ്പോൾ ഏത് പാർട്ടിയിലായാലും, ദേശീയ പാർട്ടികൾ ഏത് പാർട്ടിയിൽ, ഇപ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് കെ.സി. വേണുഗോപാലാണ്. കേരളത്തിനൊരു അംഗീകാരമാണ്. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്നാണ്, MA ബേബി. അപ്പോൾ കേരളത്തിന് അങ്ങനെ വലിയ അംഗീകാരം കിട്ടുന്നുണ്ട് ഓരോ പാർട്ടിയിലും. അതുപോലെ BJP-യിലും വലിയ പൊസിഷനുകളിലേക്ക് ഓരോ അംഗങ്ങൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരട്ടെ. തീർച്ചയായിട്ടും കേന്ദ്ര മന്ത്രിസഭയിൽ 1 or 2 സ്ഥാനം BJP കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് ക്രിസ്തീയ ന്യൂനപക്ഷത്തിനെ സന്തുഷ്ടിപ്പെടുത്തണം എന്നുള്ളതുകൊണ്ട് കൊടുക്കുമോ, അതോ പിന്നെ അബ്ദുള്ളക്കുട്ടി ഇനി ഒരു മുസ്ലിം ന്യൂനപക്ഷമാകട്ടെ എന്ന് വിചാരിച്ച അബ്ദുള്ളക്കുട്ടിയെ രാജ്യസഭ MP ആക്കി കൊണ്ടുവരുമോ എന്നാണ് അടുത്ത് കേൾക്കുന്ന പേര്. അപ്പോൾ എന്തായാലും വളരെ വലിയ പേരുകളാണ് കേൾക്കുന്നത്. തീർച്ചയായിട്ടും BJP-യുടെ ദേശീയ നേതൃത്വവും അങ്ങനെ തീരുമാനമെടുക്കും. കേന്ദ്ര മന്ത്രിസഭയിലേക്കുള്ള പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ജോർജ് കുര്യനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി MP ആക്കി കൊടുക്കുമോ, അതോ അനൂപ് ആന്റണി, AK ആന്റണിയുടെ മകൻ അനൂപ് ആന്റണി കൊടുക്കുമോ, അല്ല അനിൽ ആന്റണിക്ക് കൊടുക്കുമോ? അനൂപ് ആന്റണി തിരുവല്ലയിൽ മത്സരിച്ച് 2ാം സ്ഥാനത്തേക്ക് എത്തി, മാത്യു ടി തോമസിനെ 3ാം സ്ഥാനത്തേക്ക് മാറ്റിയ, അവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ ആളാണ് ജയിച്ചത് തിരുവല്ലയിൽ. അവിടെ പണ്ടും അങ്ങനെ ജയിച്ചു വന്നു. പിന്നെ മാത്യു ടി തോമസ് വന്നതിന് ശേഷമാണ് മാത്യു ടി തോമസ് ജയിക്കാൻ തുടങ്ങിയത്. ഇടതുപക്ഷത്തിലേക്ക് ആ സീറ്റ് കിട്ടി തുടങ്ങി. അതിന് മുമ്പ് കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു തിരുവല്ല. അപ്പോൾ അവിടെ വീണ്ടും അത് കേരള കോൺഗ്രസ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അവിടെ 2ാം സ്ഥാനത്ത് എത്തിയത് പിന്നെ അനൂപ് ആന്റണിയാണ്. പ്രധാനമന്ത്രിയൊക്കെ വന്ന് പ്രധാനമന്ത്രിയുടെ റൈറ്റ് ഹാൻഡ് ആണെന്നൊക്കെ പറഞ്ഞ് വലിയ ഹൈപ്പ് ഉണ്ടാക്കി. അതിൻ്റെ ഒരു മെച്ചം അനൂപ് ആന്റണിക്ക് അവിടെ കിട്ടി. പക്ഷെ അദ്ദേഹം ജയിച്ചില്ല. അപ്പോൾ അനൂപ് ആന്റണി നിലവിലുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പേരുകൾ അൽഫോൺസ് കണ്ണന്താനം അടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ അത് മുസ്ലിം പ്രാതിനിധ്യത്തിന് കൊടുക്കുമോ, അബ്ദുള്ളക്കുട്ടിക്ക് ക്രിസ്ത്യൻ പ്രാതിനിധ്യം നിലനിർത്തുമോ, അതോ സദാനന്ദൻ മാസ്റ്റർക്ക് കൊടുത്തുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് വേറൊരു മെസ്സേജ് ഒരു സംഘപരിവാർ പ്രവർത്തകർക്കും RSS BJP പ്രവർത്തകർക്കും മറ്റൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു മന്ത്രിയെ കൊടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്.